ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായ മൂന്നാം വിജയം കരസ്ഥമാക്കിയതിനു ശേഷം മോദി ആദ്യമായി US സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. ഡെലവെയറിലെ വിൽമിംഗ്ടണിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ ആതിഥേയത്വം വഹിക്കുന്ന വാർഷിക ക്വാഡ് ഉച്ചകോടി ഉൾപ്പെടെയുള്ള പ്രധാന നയതന്ത്ര പരിപാടികളിലാണ് പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുന്നത്. USന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ഇന്തോ പസഫിക് സാമ്പത്തിക വികസന പരിപാടി സംബന്ധിച്ചാണ് ഇരുവരും ചർച്ച നടത്തുക. ഇന്തോ പസഫിക് മേഖലയിൽ ചൈന സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കുകയെന്നതാണ് ഉച്ചകോടിയുടെ പ്രധാന അജണ്ട. രാജ്യങ്ങൾക്കിടയിലെ നയതന്ത്ര ബന്ധം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയിൽ വിഷയമാകും. ഇന്തോ പസഫിക്കിലെ പ്രാദേശിക സമാധാനവും വികസനവും ചർച്ച ചെയ്യാൻ ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ആരോഗ്യ സുരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, സമുദ്ര സുരക്ഷ, ടെക്നോളജി തുടങ്ങിയ വിഷയങ്ങളാകും ഉച്ചകോടിയിൽ രാഷ്ട്രതലവന്മാർ ചർച്ച ചെയ്യുക. ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ക്വാഡ്. ഒരു അന്തർ സർക്കാർ സുരക്ഷാ ഫോറമാണ് ക്വാഡ്. ക്വാഡിലെ അംഗരാജ്യങ്ങൾ ഉച്ചകോടി സംഘടിപ്പിക്കുകയും വിവരങ്ങൾ കൈമാറുകയും സൈനികാഭ്യാസങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ട്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് മുൻ US പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. മിഷിഗണിൽ നടന്ന പ്രചരണ പരിപാടിക്കിടെയാണ് ട്രംപ് ഇക്കാര്യം ജനങ്ങളെ അറിയിച്ചത്. പ്രധാനമന്ത്രിയുടേത് അത്ഭുതപ്പെടുത്തുന്ന വ്യക്തിത്വമാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. 2020 ഫെബ്രുവരിയിലാണ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയില്ലെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി വ്യാഴാഴ്ച വ്യക്തമാക്കിയത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മികച്ച ബന്ധമാണ് ട്രംപ് കാത്തുസൂക്ഷിച്ചിരുന്നത്. ഹൂസ്റ്റണിൽ നരേന്ദ്രമോദി പങ്കെടുത്ത ഹോഡി മോഡി എന്ന പരിപാടി ഇതിന് ഉദാഹരണമായിരുന്നു. ഇതിനുശേഷം ഇന്ത്യയിലെത്തിയ ട്രംപിനെ നമസ്തേ ട്രംപ് എന്ന പരിപാടിയിലൂടെയാണ് മോദി സ്വാഗതം ചെയ്തത്. ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ രംഗത്തെ സഹകരണത്തിന് ട്രംപും മോദിയും വലിയ പ്രാധാന്യം നൽകിയിരുന്നു. പല അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇരു രാജ്യങ്ങളുടെയും നിലപാട് ഇക്കാലയളവിൽ നിർണായകമാവുകയും ചെയ്തിരുന്നു. ഈ ബന്ധം ആഗോളതലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഡെലവെയറിലെ വിൽമിംഗ്ടൺ US പ്രസിഡന്റ് ജോ ബൈഡൻ ആതിഥേയത്വം വഹിക്കുന്ന വാർഷിക ക്വാഡ് ഉച്ചകോടി ഉൾപ്പെടെയുള്ള പ്രധാന നയതന്ത്ര പരിപാടികളിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുന്നുണ്ട്. ഇന്തോ പസഫിക്കിലെ പ്രാദേശിക സമാധാനവും വികസനവും ചർച്ച ചെയ്യാൻ ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇതുകൂടാതെ ക്വാഡ് ഉച്ചകോടിക്ക് പുറമെ ന്യൂയോർക്കിൽ നടക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ മോദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യും. പ്രമുഖ അമേരിക്കൻ ടെക്നോളജി കമ്പനികളുടെ CEOമാരുമായി മോദി വട്ടമേശ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ സമാധാനത്തിനും പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ചർച്ചകൾക്കായി പ്രസിഡന്റ് ബിഡൻ, പ്രധാനമന്ത്രി അൽബാനീസ്, പ്രധാനമന്ത്രി കിഷിദ എന്നിവരോടൊപ്പം ചേരാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് യാത്രയ്ക്ക് മുൻപായി മോദി വ്യക്തമാക്കിയത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മോദിയുടെ US സന്ദർശനത്തിൽ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്നത് മുതൽ ഐക്യരാഷ്ട്രസഭയിലെ ചർച്ചകളിൽ പങ്കെടുക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ പ്രധാന വിഷയമായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമഗ്രമായ ആഗോള പങ്കാളിത്തത്തെ പറ്റിയും ചർച്ച നടത്തും. അടുത്ത ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നതിനാൽ ഈ ഉച്ചകോടി ഇന്ത്യക്ക് വളരെ നിർണായകമാണ്. ഉച്ചകോടിക്ക് ശേഷം വിൽമിംഗ്ടണിൽ നിന്ന് പ്രധാനമന്ത്രി ന്യൂയോർക്കിലേക്ക് പോകും. അവിടെ നടക്കുന്ന ലോങ് ഐലൻഡിൽ ഇന്ത്യൻ പ്രവാസികളെ ഇവിടെ അഭിസംബോധന ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ന്യൂയോർക്കിലെ നാസാവു വെറ്ററൻസ് മെമ്മോറിയൽ കൊളീജിയത്തിലാണ് ഈ പരിപാടി നടക്കുക. ഏകദേശം 20,000 ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പരിപാടിയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി തുടങ്ങിയ അത്യാധുനിക മേഖലകളിലെ മുൻനിര US കമ്പനികളുടെ CEOകളുമായി ബിസിനസ് റൗണ്ട് ടേബിളിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മറ്റ് നിരവധി ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി മോദി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ വധശ്രമങ്ങൾ നടന്നതിനാൽ മോദിക്ക് വൻ സുരക്ഷാ സംവിധാനങ്ങളാണ് അമേരിക്കയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ച കഴിഞ്ഞ 15 ദിവസമായി നടന്നിരുന്നു. പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന വേദികളിലും പരിസരങ്ങളിലുമെല്ലാം സുരക്ഷ വർദ്ധിപ്പിച്ചതായി US അറിയിക്കുകയും ചെയ്തു. അധികാരമേറ്റതിനു ശേഷം കഴിഞ്ഞ 2 മാസത്തിനിടെ നരേന്ദ്രമോദി റഷ്യയും യുക്രൈനും സന്ദർശിച്ചിരുന്നു. ഇതിനുശേഷമാണ് അമേരിക്കയിലേക്കുള്ള യാത്ര. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ജപ്പാന്റെ ഫ്യൂമിയോ കിഷിദയും ഇക്കുറി സ്ഥാനം ഒഴിയുന്നതിനാൽ ക്വാഡ് സഖ്യത്തിലെ നിലവിലെ എല്ലാ നേതാക്കളും ഒരുമിച്ച് പങ്കെടുക്കുന്ന അവസാന സമ്മേളനമാണിത്. 2025 ഇന്ത്യയാണ് ക്വാഡ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ക്വാഡ് സഖ്യം രൂപീകരിച്ചിട്ട് 20 വർഷം തികയുന്നു എന്ന പ്രത്യേകതയും ഡെലവെയറിൽ നടക്കുന്ന ഉച്ചകോടിക്കുണ്ട്.